പ്രിയ കൂട്ടുകാരെ, ബൈബിൾ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലെ 33-ാമത്തെ പുസ്തകമായ മീഖയിലേക്ക് കടക്കുകയാണ്. മീഖ മൊരേശത്ത് ഗത്ത് എന്ന സ്ഥലത്തു നിന്നുള്ള പ്രവാചകനാണ്. പ്രവാചകന്മാരായിരുന്ന യെശയ്യാവും ഹോശേയും ആമോസുമൊക്കെ മീഖയുടെ സമകാലീനരായിരുന്നു. യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്താണ് മീഖ ശമര്യയെയും യെരുശലേമിനെയും കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാടുകളെ അറിയിച്ചത്. മീഖയുടെ പ്രവചനം 7 അധ്യായങ്ങളുള്ള ഒരു ചെറിയ പുസ്തകമാണ്. യോനയെപ്പോലെ മീഖയും ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുൻപാണ് തൻ്റെ പ്രവചനങ്ങൾ നടത്തിയത്. ദൈവം പലപ്പോഴും ഒരു ദേശത്തോട് പ്രവചിക്കുവാൻ തൻ്റെ പ്രവാചകനെ അയക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ പ്രധാന ഉദ്ദേശം വഴിതെറ്റിപ്പോകുന്ന ആ ദേശത്തിലെ ജനങ്ങളെ മടക്കിക്കൊണ്ടുവരിക എന്നതാണ്. മടങ്ങി വരുവാൻ മനസ്സ് കാണിക്കുന്നുവെങ്കിൽ ദൈവം അവർക്ക് വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെയും അവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ക്രിസ്തു എന്ന രക്ഷിതാവിനെയും കുറിച്ചുള്ള പ്രത്യാശയുടെ വെളിപ്പെടുത്തലുകളും നൽകും. അതുപോലെ തന്നെ ഇവിടെയും വിഗ്രഹങ്ങൾ കൊണ്ടും പീഡനങ്ങൾ കൊണ്ടും അതിക്രമങ്ങൾ കൊണ്ടും ദേശത്തെ നിറച്ച ശമര്യയ്ക്കും യെരുശലേമിനുമുള്ള ന്യായവിധി പ്രസ്താവിച്ചുകൊണ്ടാണ് മീഖ തന്റെ ദൗത്യം തുടങ്ങിയത്. ദൈവത്തിന്റെ കരുണ ഒന്ന് മാത്രമായിരുന്നു ഇസ്രായേലിനെ ദൈവം തനിക്ക് സ്വന്തമായി തിരഞ്ഞെടുക്കാൻ കാരണം. എന്നാൽ പലപ്പോഴും ഇസ്രായേൽ അത് മറന്ന് ജാതികളുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പുറകെ പോയി. യാക്കോബിന്റെ തലവന്മാരും ഇസ്രായേൽ ഗൃഹത്തിന്റെ അധിപന്മാരും ഒരുപോലെ ന്യായത്തെ മറിച്ചു കളഞ്ഞു. അവർ നന്മയെ വെറുത്ത് തിന്മയെ ആഗ്രഹിച്ചു. അവർ സമ്മാനം വാങ്ങി ന്യായം വിധിച്ചു. അവരിൽ നിന്ന് ഒട്ടും വ്യത്യസ്തരല്ലാതെ പുരോഹിതന്മാർ കൂലി വാങ്ങി ഉപദേശിക്കുകയും പ്രവാചകന്മാർ പണം വാങ്ങി ലക്ഷണം പറയുകയും ചെയ്തു. ഇതെല്ലാം അവർ ചെയ്തിട്ടും അവർ യഹോവയെ ചാരി, യഹോവ നമ്മുടെ ഇടയിലുണ്ടല്ലോ, ഒരനർത്ഥവും നമുക്ക് വരികയില്ല എന്നും പറയും. അതുകൊണ്ട് തന്നെ ദൈവം അവർക്ക് ദർശനമില്ലാത്ത രാത്രിയും ലക്ഷണം പറയാൻ കഴിയാത്ത ഇരുട്ടും വരുത്തും. പ്രവാചകന്മാർക്ക് സൂര്യൻ അസ്തമിക്കുകയും പകൽ ഇരുണ്ടുപോവുകയും ചെയ്യും. അന്ന് പ്രവാചകന്മാർ ലജ്ജിക്കുകയും ലക്ഷണം പറയുന്നവർ നാണിക്കുകയും ചെയ്യും. ദൈവം മൗനം പാലിക്കുകയാൽ അവർക്ക് തങ്ങളുടെ വായി പൊത്തേണ്ടി വരും. ഇസ്രായേലിന്റെ തലവന്മാരും അധിപന്മാരും സിയോനെ രക്തപാതകം കൊണ്ടും ദ്രോഹം കൊണ്ടും നിറച്ചരിക്കുകയാൽ അവർ അശൂരിനും തുടർന്ന് ബാബിലോണിനും കീഴ്പ്പെടേണ്ടി വരുമെന്ന് ദൈവം മീഖ മുഖാന്തരം അറിയിച്ചു. എന്നിരുന്നാലും നേരായി നടക്കുന്നവന് യഹോവയുടെ വചനങ്ങൾ എന്നും ഗുണകരമായിരിക്കും. അവൻ ഇസ്രായേലിൽ ശേഷിപ്പുള്ളവരെ ശേഖരിച്ച് തൊഴുത്തിലെ ആടുകളെ പോലെ മേച്ചിൽപ്പുറത്തെ ആട്ടിൻകൂട്ടത്തെ പോലെ ഒരുമിച്ച് കൂട്ടും എന്ന് അരുളി ചെയ്തു. ആ ദൗത്യത്തെ നിറവേറ്റുവാൻ വരുന്ന ഇസ്രായേലിന്റെ അധിപതിയായ രക്ഷകൻ ജനിക്കുന്നത് ബേത്ലഹേം എഫ്രാത്തയിലാണെന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് മീഖ പ്രവാചകനിലൂടെയാണ്. ദൈവം ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് വിടുവിച്ച് മരുഭൂമിയിൽ ക്ഷേമമായി വഴി നടത്തുകയും ബിലയാമിന്റെ ശാപത്തെ അനുഗ്രഹമാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടും ഇസ്രായേൽ ദൈവത്തെ വിട്ട് വഴിമാറി നടന്നു. തെറ്റിപ്പോയ ഇസ്രായേലിനോട് ദൈവം വ്യവഹരിച്ചു. താൻ ഏതൊന്നിനാൽ നിങ്ങളെ മുഷിപ്പിച്ചതുകൊണ്ടാണ് നിങ്ങൾ എന്നെ വിട്ട് അകന്നു പോയതെന്നുള്ള ദൈവത്തിന്റെ ചോദ്യം ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വേദനയെ വെളിപ്പെടുത്തുന്നു. നല്ലത് എന്താണ് എന്ന് ദൈവം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കാനും ദയാതൽപരനായിരിക്കാനും നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കാനുമല്ലാതെ ദൈവം നമ്മിൽ നിന്നും ഒന്നും ആവശ്യപ്പെടുന്നില്ല. എന്നിട്ടും ദൈവത്തിന്റെ ജനം ഒമ്രിയുടെയും ആഹാബിന്റെയും ചട്ടങ്ങളെ പ്രമാണിച്ച് വിഗ്രഹാരാധന ശീലമാക്കി. എന്നാലും അവർ ദൈവത്തെ വിട്ട് എത്ര തന്നെ പിറകോട്ട് പോയാലും
അവരെ പൂർണ്ണമായി നശിപ്പിക്കാൻ ദൈവത്തിന് മനസ്സായില്ല. അവൻ തന്റെ കോപം എന്നേക്കും വെച്ചുകൊള്ളുന്നില്ല. ദൈവത്തിന്റെ പ്രസാദം ദയയിലായതുകൊണ്ട് അവൻ വീണ്ടും വീണ്ടും അവരോട് കരുണ കാണിക്കുന്നു. പുരാതന കാലം മുതൽ ദൈവം അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദൈവത്തിന്റെ വിശ്വസ്തത അവൻ നിവർത്തിക്കും. അന്ത്യകാലത്ത് ആ വിശ്വസ്തതയുടെ ഭാഗമാകാൻ ദൈവം ജാതികളെയും അനുവദിക്കുന്നു. അന്നാളിൽ യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതമായിരിക്കും എന്നും അനേക വംശങ്ങളും ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും എന്നും മീഖ പ്രവചിച്ചു. അന്ന് യഹോവ സിയോൻ പർവ്വതത്തിൽ അവർക്ക് രാജാവായിരിക്കും. അതിനാൽ ഓരോരുത്തൻ താന്താന്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന്റെ കീഴിലും ഭയപ്പെടാതെ താമസിക്കും എന്ന് യഹോവ അരുളി ചെയ്തു. ദൈവം അനുഗ്രഹിക്കട്ടെ.